ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ലേസ്. കുട്ടികൾക്ക് നല്ല മുതിർന്നവരും ഒരുപാട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ലേസ്. സാധാരണഗതിയിൽ ഉണ്ടാക്കുക ഉരുളൻകിഴങ്ങ് കൊണ്ടാണ്. നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഓമക്കായ അഥവാ പപ്പായ കൊണ്ടാണ് ലേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ പപ്പായ ഉണ്ട്, വളരെ നന്നായിട്ടുള്ള പപ്പായ. ഈ പപ്പായയുടെ ഔഷധ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളിന്ന് അതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ പപ്പായ മരത്തിൽ നിന്ന് നമ്മൾ പപ്പായ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അടിപൊളി കടകളിൽ കിട്ടുന്ന ലേസിൻ്റെ അതേ ടേസ്റ്റിലുള്ള ലേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓമക്കായ കൊണ്ട് ലേസ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കി വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഓമക്കായ കൊണ്ട് ലേസ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ 3 വലിയ പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് തോല് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം നമുക്ക്. ഒന്ന് പഴുത്തുണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ഇട്ടാ. പഴുത്താൽ നമുക്ക് പറ്റില്ല, അധികം പഴുപ്പ് കയറി നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ പപ്പായയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതേ ലെവലിൽ കട്ട് ചെയ്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതേ പീസ് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലേസിൻ്റെ ആകൃതിയിൽ നമുക്കിതിനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മളിതിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ട, നമ്മളെ വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുക്കണ സാധനത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. പപ്പായ നന്നായിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇനി ഇത് വെള്ളമൊക്കെ വാർന്നു വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലേസിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് മുളക് പൊടി, നല്ല കളറും ഒരു ചെറിയ എരിവൊക്കെ വരും, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നതിന് ചാട്ട് മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് 1-2 മണിക്കൂർ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഒരു പേപ്പർ അടിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ നമ്മൾ ഇതിൻ്റെ അടിയിൽ പരത്തി ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് പരത്തിയിട്ടിരിക്കുന്നത്. വെയിലത്തിരുന്നിട്ട് നല്ല വെയിലുണ്ട് ഇപ്പോൾ വെയിലത്തിരുന്നിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ വലിച്ചെടുത്തേക്കണ്. അപ്പോൾ ഇനി നമുക്കിതിനെ വറുത്തെടുക്കാൻ എണ്ണയിൽ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഓമക്കായുടെ ചിപ്സ് ലേസ് പോലെ നമ്മൾ ഉണ്ടാക്കിയ ചിപ്സ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം. ഫൈനലി നമ്മൾ ഓമക്കായ കൊണ്ടുള്ള ലേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സാധാരണ ഉരുളൻകിഴങ്ങിൻ്റെ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ലേസിൻ്റെ അത്ര ക്രിസ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്രിസ്പിയൊക്കെ ഉണ്ട്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചാട്ട് മസാല ഒക്കെ ഇട്ട കാരണം ലേസിൻ്റെ കടകളിൽ നിന്ന് മേടിക്കുന്ന ആ ലേസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.